പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ജനുവരി 12-ാം തീയതി കർത്താവിൻ്റെ ദിവസം. ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായി മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ, പറഞ്ഞു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയെ പ്രവേശിക്കാം. ശീർഷം വെച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവെ, നിൻ്റെ വലിയ കൃപ അങ്ങയുടെ മക്കളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു. ഈ പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. രാത്രി ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം. ഏതെങ്കിലും ഫോൺ വിളി കേട്ടതിൻ്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ. കർത്താവിൽ നിൻ്റെ തിരുമുറുവാർന്ന് വലത് കരുത്ത മക്കളെ സ്പർശിക്കണമേ. അവിടെ യാത്രകളെ നീ ആശീർവദിക്കണമേ. അവിടെ സംരംഭങ്ങളെ നീ ആശീർവദിക്കണമേ. വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഈശോയെ. ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട്. പുറത്ത് പോകാൻ വേണ്ടി വെച്ച സമയങ്ങളായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. കർത്താവ് എവിടെ പോയാലും നിൻ്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് പോകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ച് പോകാനുള്ള ആൾക്കാർ ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ഈശോയെ. അങ്ങനെയുള്ള തൊഴിൽ അന്വേഷണകരെ നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജീവിത പങ്കാളികൾ അന്വേഷിച്ച് ഞായറാഴ്ചകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരുടെ ഉദ്യമങ്ങൾ കർത്താവ് തിങ്കളാഴ്ച നമ്മൾ ചെയ്തെടുക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ. അവർ
അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കുടുംബത്തിൽ തന്നെ കർത്താവെ പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടിയിട്ടിട്ട് തലവേദന പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും. പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കവും വരുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ളവരുടെ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് മാറ്റാൻ അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സമാധാനത ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും സ്വന്തപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടിയും രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട് ഈശോയെ. ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർക്ക് ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവർ അഭിവാദനം ചെയ്യുമ്പോൾ മെൽസപ്പത്തിന് മറിയം അഭിവാദനം ചെയ്തതുപോലെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദീർഘനാളായിട്ട് കർത്താവ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതവർ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യമായി പറയാൻ ഇന്നത്തെ ദിവസത്ത് നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈശോയെ. എല്ലാ മക്കളെയും കർത്താവ് ജീവിത മേഖലകളെ, അതുപോലെ കാർഷിക മേഖലകൾ, അതുപോലെ ക്രയവിക്രയ മേഖലകൾ, വ്യാപാര വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ മേഖലകൾ, അവിടെയെല്ലാം ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവ് അവിടെ കഴിവുകൊണ്ടല്ല അങ്ങയുടെ കഴിവുകൊണ്ട് അവർക്കൊരു സന്ധിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണം. എൻ്റെ കർത്താവ് ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്നുണ്ട്. അവർ അങ്ങനെയുള്ളവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നീ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന എത്രയോ മനുഷ്യർക്കാണ് കൃപാസനത്തിൽ കർത്താവ് നീ ഒരു ചിന്തയുമില്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവരെ അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങന്മാരുടെ മക്കൾ ഹൃദയത്തിൽ ഭാരമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ. ശരീരത്തിൽ രോഗമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ. പരസ്പരം ഭിന്നിച്ചിരിക്കുന്നവർ, വൈരാഗ്യപ്പെട്ടിരിക്കുന്നവർ, പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം നിന്നെയും നിൻ്റെ ഭവനത്തെയും നിൻ്റെ ജീവിതത്തെയും യേശുനാമത്തിൽ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. ആമേൻ. ഓക്കെ മക്കളെ, പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെ അറിയാവാം, വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൻ്റെ 30% 30% പ്രവചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ്. നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് അതിനെ വിശ്വസിച്ച് പോകണം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇടയ്ക്ക് പറഞ്ഞു നടക്കണം. നമ്മൾ ചിലപ്പോൾ ഗതി കേട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ആമോസ് 9:14. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. അപ്പോൾ തകർന്നു പോയ കാര്യങ്ങൾ പുനരുദ്ധരിക്കുക. അപ്പം നിങ്ങളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലേ, ഇപ്പോൾ മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വീടുകൾ ഡിലാപ്പിഡേറ്റായി പോയ ജീർണിച്ചു പോയ ആൾക്കാരല്ലേ, അത് കാണുമ്പോൾ നിങ്ങൾ ഈ വചനം പറയണം. കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ദൈവമാണ്. ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത്. മനസ്സിലായി? ഇപ്പം അച്ഛൻ പറഞ്ഞ് മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ്, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത്. അതിൽ യോഹന 1:1 പറയണത് എന്താണ്? അപ്പോൾ ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കണത്. വചനം എന്താ പറയണത്? നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞു നടക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം നമ്മളത് കുറേ നാളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഈ വചനം ജീവിതത്തിൽ നിറവേറാൻ ഇടയാക്കണമേ. കാര്യം ആ വിഷയത്തിൽ എത്രയോ പേര് വിശ്വസിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? കാര്യം നമ്മൾ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല. പണം കിട്ടാൻ വഴിയില്ല, കടം തരാൻ മാർഗമില്ല, ഒരു വഴിയും നമുക്ക് കാണുന്നില്ല. പക്ഷേ നമ്മൾ പറയണേ ഇല്ല, ഒരു വഴിയും കാണുന്നില്ല, പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. എന്താ കാര്യം? ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന്. അത് വിശ്വസിക്കുമ്പോൾ എന്താണ്? അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ. ഓരോ വിശ്വാസിയും ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ്. അത് നമുക്ക് എടുക്കണമെങ്കിലേ യോഹോശയ്യ 2:23 എടുത്ത്, അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും.
ഹോസേ 2:20 എന്ന് പറയുന്നത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കയ്യിരിപ്പ് കൊണ്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം കണ്ടില്ലേ, ആൾക്കാർ പറയും അയാൾ ബോധമില്ലാത്തതാണ്, അവനൊക്കെ എന്താണ് കണ്ടാൽ കുളിക്കേണ്ടി വരും എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളയും, നമ്മളിങ്ങനെ അരികുവൽക്കരിച്ച് കളയും. പക്ഷെ ദൈവം ഒരിക്കലും, അതാണ് ഇപ്പോൾ ഹെബ്രായർ 15:13-15 പറയണില്ലേ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയുന്ന ദൈവമാണ് പറയണത്. കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിൻ്റെ കാര്യത്തിൽ, പക്ഷേ ഞാൻ നിന്നോട് കരുണ കാണിക്കും. എന്താണ്? യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കരുണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ നിനക്കും ഒരു അവസരം കിട്ടും. നിൻ്റെ എല്ലാ തിന്മകളും നിൻ്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ പുനരുദ്ധരിക്കണം. ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിൻ്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട്. അതിനോട് ബന്ധപ്പെട്ട വചനം 27:14 സങ്കീർത്തനം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അതാണ് നമ്മൾ കർത്താവിലാണ് പ്രത്യാശ. വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദൈവമായതുകൊണ്ട് നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ. ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നൽകണത്. അത് റോമ 5:5 അങ്ങനെയാണ്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം എന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് പൗലോസ് പറയുന്ന പോലെ കഷ്ടത സഹനശീലം ആത്മധൈര്യം തരുന്നതാണ്. അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ദൈവത്തിൻ്റെ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിൻ്റെ ഐശ്വര്യവുമായി നിൻ്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും. അത് നിനക്ക് ഓഹരിയാകാൻ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്.